സെക്രട്ടേറിയറ്റിൽ പാമ്പിനെ കണ്ടിരിക്കുകയാണ്. ദർബാർ ഹാളിന് പുറകിലുള്ള ഷെഡിലാണ് പാമ്പിനെ കണ്ടത്. ഉദ്യോഗസ്ഥർ വനംവകുപ്പിനെ വിവരമറിയിച്ചു. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യം കാണുകയായിരുന്നു. അവിടെ ഒരു അംഗനവാടി, അവിടെ ഭക്ഷ്യവിഷബാധയുണ്ടായി. ഭക്ഷ്യവിഷബാധ മാത്രമല്ല അവിടുത്തെ പ്രശ്നം, മുന്നിലെ മാലിന്യം മാത്രമുള്ളൊരു തോടും അതിന് പിന്നിൽ ഇഴജന്തുക്കളൊക്കെ എപ്പോൾ വേണമെങ്കിലും കയറാവുന്ന തരത്തിൽ കാട് മൂടിയ പ്രദേശവും ആ കാടും വള്ളിയും ഒക്കെ ഈ കുട്ടികളിരിക്കുന്ന ക്ലാസ് മുറിയെ ചുറ്റിപ്പണിയെന്നാണ് നമ്മൾ കാണുന്നത്. അവിടെയും പാമ്പ് വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇപ്പോൾ ഇന്ന് മറ്റൊരു സ്കൂളിൽ പാമ്പ് കയറിയതിൻ്റെ വാർത്തയും നമ്മൾ കൊടുത്താണ്. സെക്രട്ടേറിയറ്റിൽ എങ്ങനെയാണ് ഇന്നത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? രതീഷ്, ഒരു അരമണിക്കൂറായിട്ടേ ഉള്ളൂ. ജലവിഭവ ഓഫീസിലാണ് ആദ്യം ഈ സ്റ്റെയർ കേസിന്റെ ഭാഗത്താണ് ഈ പാമ്പിനെ കണ്ടത്. ഏകദേശം നല്ല നീളമുള്ള പാമ്പ് തന്നെയാണ്. അപ്പോൾ ജീവനക്കാർ കണ്ട ഉടൻ തന്നെ ജീവനക്കാരുടെ ബഹളമൊക്കെ കൂടി ആയപ്പോൾ ഈ പാമ്പ് ഇപ്പോൾ അവിടെ ഒളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പാമ്പിനെ ഇപ്പോൾ അവിടെ കാണാനില്ല എന്നതാണ് ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി. അപ്പോൾ ഹൗസ് കീപ്പിംഗുകാരെ ഇപ്പോൾ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ പാമ്പ് പിടുത്തക്കാരെ വിവരം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പാമ്പ് പിടിക്കാനുള്ള ആള് ഇപ്പോൾ ഉടൻ തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നാം അറിയുന്നത്. ഏതായാലും ഇത് ഇപ്പോൾ ദർബാർ ഹാളിൻ്റെ ഒരു വശം എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ മതിലിൻ്റെ ആ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഹൗസ് കീപ്പിംഗുകാർ വിശദീകരിക്കുന്നത് സാധാരണഗതിയിൽ അവിടെ ഈ എലിയുടെ ശല്യമൊക്കെ ഉള്ളപ്പോൾ എലിയെ പിടിക്കുന്ന എലിയൊക്കെ അവിടെ പുറത്ത് കൊണ്ടുവന്നാണ് അവരതിനെ നശിപ്പിക്കുന്നത്, കൊല്ലുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവിടെ പാമ്പ് വന്നതെന്നാണ്. എന്തായാലും പാമ്പിന് സെക്രട്ടേറിയറ്റിലേക്ക് അകത്തേക്ക് കയറാനുള്ള സാധ്യതകളെല്ലാം ഉള്ള സ്ഥലം തന്നെയാണ്. അപ്പോഴും പ്രധാനം ഈ പാമ്പിനെ അവിടെ ഒളിച്ചിരിക്കാനുള്ള ധാരാളം സ്ഥലം സെക്രട്ടേറിയറ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പാമ്പിനെ കാണാതായത്. കാരണം അത് അലമാരകളും അതുപോലെ തന്നെ മറ്റു ഫർണിച്ചറുകളെല്ലാം തന്നെ കൂട്ടിയിരിക്കുന്ന സ്ഥലമാണ്. ഫയലുകളെല്ലാം കൂടിയിരിക്കുന്ന മേശകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏത് ഭാഗത്ത് എവിടെയാണ് ഇപ്പോൾ ഈ പാമ്പ് ഒളിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ജീവനക്കാർക്കൊരു നിശ്ചയമില്ല. എന്തായാലും ഈ ഭാഗത്ത് ഈ സഹകരണ വകുപ്പ്, മേളത്തെ നിലയിൽ സഹകരണ വകുപ്പിൻ്റെ ഓഫീസാണ്. മുൻപ് ഒരു സഹകരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ സെക്രട്ടറിയുടെ മുകളിലേക്ക് സീലിംഗ് അടർന്നു വീണത് ഈ പാമ്പ് കണ്ട ഭാഗത്തിന് അടുത്താണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഈ പഴയ സംരക്ഷിത മന്ദിരമാണ്. പല സ്ഥലത്തും പാമ്പിനെ ഒളിച്ചിരിക്കാൻ കഴിയുന്ന അനേക ഇടങ്ങളുണ്ട്. അവിടെയാണ് ഇപ്പോൾ പാമ്പിനെ കാണാതായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പാമ്പിനെ കണ്ടെത്താതെ ജീവനക്കാർക്ക് ഉണ്ടായിരിക്കുന്ന ആശങ്ക അവിടെ ഒഴിയില്ല എന്നതാണ്. എന്തായാലും ഉടൻ തന്നെ ജോലിയും തടസ്സപ്പെട്ടിട്ടുണ്ടോ സെക്രട്ടറി? വളരെ പ്രധാനപ്പെട്ട മനുഷ്യന്റെ ജീവൻ സ്പന്ദിക്കുന്ന ഫയലുകൾ ഉറങ്ങുകയും ഇടയ്ക്കിടയ്ക്ക് ഉണരുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണല്ലോ. അവിടെ ഓരോ ഫയലിലും ജീവൻ ഉറങ്ങുകയാണ്. അവിടെ ജോലിയൊക്കെ നടക്കുന്നുണ്ടോ? പാമ്പിനെ കണ്ടതോടുകൂടി ജോലിയൊക്കെ നിന്നോ? അവിടെ ഓരോ ജീവനും ഓരോ ഫയലുകളാണ് എന്ന് പറയുന്നത്. ആ ഫയലുകൾക്കിടയിലാണോ പാമ്പ് ഒളിച്ചിരിക്കുന്നത് എന്നത് അറിയേണ്ടതുണ്ട്. ഫയലുകൾ കുന്നുകൂടിയിരിക്കുന്നിടത്താണോ അതോ മറ്റ് ഫയലുകളും അതുപോലെ തന്നെയുള്ള മറ്റ് ഡോക്യുമെന്റുകളെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന അലമാര, അതുപോലെ തന്നെ കസേര, മേശ, ഇതെല്ലാം ഉണ്ട്. അവിടെ പല ഇത്തരം സാധനങ്ങൾ പാമ്പിന് അവിടെ ഒളിച്ചിരിക്കാനുള്ള അനേകം ഇടമുണ്ട് എന്നാണ് ജീവനക്കാർ വ്യക്തമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയാണ് ഇപ്പോൾ പാമ്പെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അവർക്കൊരു നിശ്ചയമില്ല. കാരണം പാമ്പിനെ ഈ സ്റ്റെയർ കേസിന്റെ ഭാഗത്ത് കണ്ടു. അതിനുശേഷം ഇപ്പോൾ പാമ്പ് എവിടെയാണ് കയറിയിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ പാമ്പ് പിടുത്തക്കാർ വന്ന് അവരുടെ വിദ്യയെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇനി പാമ്പിനെ പുറത്തെടുക്കാൻ സാധിക്കൂ എന്നൊരു അവസ്ഥയുണ്ട്. എന്തായാലും ജീവനക്കാർക്കും ആശങ്കയുണ്ട്. കാരണം വിഷപ്പാമ്പാണെങ്കിൽ അതിൻ്റെ കടി കിട്ടാതിരിക്കണം, അങ്ങനത്തെ ഒരു ആശങ്ക. അപ്പോൾ രതീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജോലി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പാമ്പ് ഏത് ഫ്ലോറിലാണുള്ളത് ആ ഭാഗത്ത് ജീവനക്കാർ ആശങ്കയിൽ തന്നെയായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് പാമ്പിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമം അവിടെ തുടങ്ങിയിട്ടുണ്ട്.